എൻ്റെ ഇന്റർപ്രിട്ടേഷനിൽ തന്നെ എന്ന് അറിയുമോ, കാതിൽ തേൻ മഴയായി എന്ന് ഞാൻ പാടും. തേന്മഴയ്ക്കാണ് ആ തേൻമഴയ്ക്കാണ് ഇമ്പോർട്ടൻ്റ്. അപ്പം ഞാൻ പാടുന്ന സംഗതി ആ വരികൾക്കും ആ ഇമോഷനും ഓക്കെ ആണോ എന്നുള്ളതാണ് എൻ്റെ മ്യൂസിക്കാലിറ്റി അല്ല. വയற்றுക്കും തൊണ്ടയ്ക്കും ഉരുവമില്ല ഉരുണ്ടയും ഉരുളുതടി, കാത്തിരുന്നാൽ എതിർപാർത്തിരുന്നാൽ ഒരു നിമിഷവും வருஷமடி, கண்களெல்லாம் உன்னை காண்பது போல் ஒரு கலக்கமும் தோன்றுதடி, இது സ്വർഗമാ നരകമാ സൊല്ലടി ഉള്ളപടി. സംഗതിയല്ല പാട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ തൊണ്ട കൊണ്ട് കാണിക്കുന്ന കസർത്തും അല്ല പാട്ട്. പാട്ടെന്ന് പറയുന്നത് ഫീൽ ചെയ്യാനുള്ളതാണ്. നമ്മുടെ ഒരു ഇമോഷൻ പറഞ്ഞ അപ്പുറത്തേക്കുന്ന ആളിനെ അത് ഫീൽ ചെയ്യണം. ഈ കോണ്ടെക്സ്റ്റിൽ ഇതുവരെ ആരും ഞാൻ ഇങ്ങനെ പറഞ്ഞു അങ്ങനെയൊക്കെ പറയാൻ പാട്ടെന്ന് പറഞ്ഞാൽ ഒരു ഫീല്, ഒരു മ്യൂസിക്കൽ ഫോമിൽ നിങ്ങളിലോട്ട് പറയുന്ന പ്രോസസ്സിൻ്റെ പേരാണ് പാട്ട്. പാട്ട് കേൾക്കാനുള്ളതല്ല, കാണാനുള്ളതാണ്. നീന്തിടുന്ന ചന്ദ്രികേ, ഞാൻ എത്ര അത് പിടിക്കണം. ഞാൻ രചിച്ച കവിതകൾ നിന്റെ ഇതിൽ കണ്ടു, നിന്റെ മിഴിയിൽ ഉറപ്പിച്ചു പറയാ. വേറെ നജീമുണ്ട്, നജീം അഷാദുണ്ട്, വേറെ ആരുണ്ട്? സിത്താര ഉണ്ടായിരിക്കും, സിത്താര കൃഷ്ണകുമാർ. സിത്താര ഇതുവഴി വന്ന ആളാണ്. വേറെ ആരുണ്ട്? 3 പേര്. 18 വർഷത്തിൽ 3 പേര്. എത്ര സിംഗേഴ്സ് വന്നിട്ടുണ്ടായിരിക്കും? ഈ റിയാലിറ്റി ഷോസ് ഒരു സിംഗറിനെ ശരിക്കും എത്ര കണ്ട് ഹെൽപ്പ് ചെയ്യും? ഹെൽപ്പും ചെയ്യും, ദ്രോഹം ചെയ്യും. ദ്രോഹം ചെയ്യും. നമുക്ക് ഓവർ പ്രതീക്ഷയായിരുന്നു. നമ്മളിപ്പം നേരത്തെ പറഞ്ഞു, നമുക്കിതൊരു കോമ്പറ്റീറ്റീവ് വേൾഡാണ്. മ്യൂസിക് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ വളരെ കോമ്പറ്റീറ്റീവായിട്ട് നിൽക്കേണ്ട സ്ഥലമാണ്. അപ്പം നമുക്കൊരു എന്താ പറയുക, ഒരു സിംഗർ എപ്പോഴും, എന്നെ സംബന്ധിച്ച് എനിക്കാണ് കേട്ടോ, എൻ്റെ ഒരു വ്യൂ പോയിന്റിലാണ് പറയണത്, ഒരു സിംഗർ എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം, നല്ല പ്രാക്ടീസ് ഉണ്ടായിരിക്കണം, നല്ല പഠനമുള്ള ആളായിരിക്കണം. അതിലേറ്റവും വലിയ എക്സാമ്പിളാണ് നമ്മുടെ ഗാനഗന്ധർവൻ. അപ്പം എന്തുകൊണ്ടാണ് യേശുദാസിനെ പോലെ ഒരാൾ 50 വർഷം നമ്പർ 1 ആയെന്ന് വെച്ചാൽ അത്രയും പഠനമുണ്ട്, അത്രയും ഹാർഡ് വർക്ക് ഉണ്ട്. മ്യൂസിക് ചെറിയ കാര്യം, മ്യൂസിക്കിന് ഷോർട്ട് കട്ടില്ല. എനിക്കൊരു പാട്ട് പാടണമെങ്കിൽ, ഒരു ശ്രുതിയർത്ത് പാടണമെങ്കിൽ, ഇപ്പം സ രെ ഗ മ പ ധ നി സ സാ നി ധ പ മ ഗ രെ സ എന്ന് ഞാൻ കനകാങ്കി പാടണമെങ്കിൽ ഞാൻ 6 മാസം പ്രാക്ടീസ് ചെയ്യണം മിനിമം. എന്ന് തന്നെ ചെയ്യണം. അല്ലെങ്കിൽ സ രെ ഗ പ ധ സ ധ പ ഗ രെ ഗ പ ഗ രെ സ ധ സ ധ സ രി ഗ രി എന്ന് മോഹനം പാടണമെങ്കിൽ ഞാൻ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്തിരിക്കണം. എനിക്ക് ആ മോഹനം പാടണം, കനകാങ്കി ഇങ്ങനെ തന്നെ കേൾക്കണം, അല്ലേ? അപ്പം బాగాయనయ్య నీ మాయలెంతో బ్రహ్మకైన కొనియాడ തരമാ ബാഗായനയ്യ എന്ന് പാടണമെങ്കിൽ ഇത് കൃത്യമായിട്ട് ഗുരുവിൻ്റെ ഫ്രണ്ടിൽ പോയിരിക്കണം. നമ്മൾ കൃത്യമായിട്ട് അത് പാടി പ്രാക്ടീസ് ചെയ്തിരിക്കണം. കാളിദാസൻ പാടിയ മേഘദൂതമേ, ദേവിദാസനാകുമിൻ രാഗഗീതമേ, ചോടികളിൽ തേൻകണം ഊർന്നിടും പൈങ്കിളി, നാനനാ വിരഹമോ വിരഹമോ ദാഹമോ, നീല്ലെങ്കിൽ ഞാനേകനായി എന്തേ മൗനം മാത്രം, നീലവാനച്ചോലയിൽ നീന്തിടുന്ന ചന്ദ്രികേ, ഞാൻ രചിച്ച കവിതകൾ നിന്റെ മിഴിയിൽ കണ്ടു ഞാൻ, വരാതെ വന്ന എൻ ദേവി. ഇത് സിനിമാ പാട്ട് പാടിയാലും ഇത് നമ്മൾ ഓരോ നാരിതി താ നിപാനി സാനി പഗമരി, ഞാൻ ഡീകോഡ് ചെയ്യണം എപ്പോഴും എൻ്റെ സ്വരങ്ങൾ വെച്ചിട്ടായിരിക്കും. ആ സ്വരസ്ഥാനങ്ങൾ നീന്തിടുന്ന ചന്ദ്രികെ, ചന്ദ്രി ച എന്ന് കേൾക്കുമ്പോൾ എൻ്റെ സിലബിൽ ഇങ്ങനെ പറഞ്ഞാൽ കൊള്ളാം. നീന്തിടുന്ന ചന്ദ്രികെ അല്ല ഞാൻ പാടുന്നത്, നീന്തിടുന്ന ചന്ദ്രികെ. ഞാൻ എത്ര അത് പിടിക്കണം. ഞാൻ രചിച്ച കവിതകൾ നിന്റെ ഇതിൽ കണ്ടു, നിന്റെ മിഴിയിൽ ഉറപ്പിച്ചു പറയാ. നിന്റെ അല്ല കുണുങ്ങി പറയണല്ല, ഞാൻ നിന്റെ മിഴി കണ്ടു,
നിന്റെ മിഴിയിൽ കണ്ടു ഞാൻ. അപ്പം ഞാൻ എന്തൊക്കെ ഡൈനാമിക്സ് കീപ്പ് ചെയ്യണം, ഇത് ഞാൻ ഉറപ്പായിട്ട് ട്രെയിൻ ചെയ്താൽ അറിയാൻ പറ്റും. ഒരു പാട്ടിന് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ, വരികളുടെ അർത്ഥതലം അറിഞ്ഞ് പാടണമെങ്കിൽ ഉറപ്പായിട്ട് ട്രെയിൻ ചെയ്യണം. അത് കർണാട്ടിക്, ഏതൊരു കർണാട്ടിക്, ക്ലാസിക്കൽ അല്ലെങ്കിൽ എന്തു പറയാൻ, അത് അറിയുന്ന ആൾക്കാരുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യണം. അപ്പം ഇത്തരത്തിലുള്ള ഒരു എന്തു പറയാൻ പഠനം ഉറപ്പായിട്ടും ഉണ്ടാവണം എന്നുള്ളതാണ്. ആസ് എ സിംഗർ നമ്മൾക്ക് എപ്പോഴും ആ ഒരു അപ്ഡേഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. ചേട്ടാ ഞാൻ ഇപ്പൊ റിയാലിറ്റി ഷോയില് ദ്രോഹം എന്ന് പറഞ്ഞ ചേട്ടൻ പറഞ്ഞ ആ പോയിന്റിലോട്ട് വരാം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഒരു പാട്ട് എന്നെ ഇപ്പം ഞാൻ ഇപ്പോൾ ഈ പാട്ട് പാടിയില്ലേ, ഇതേ പാട്ട് വീണ്ടും ഒരു അടുത്ത് പാടാൻ പറഞ്ഞാൽ ഞാനിപ്പോൾ പാടിയ വേറെയാവും. കാളിദാസൻ പാടിയ മേഘദൂതമേ കുറച്ചും കൂടെ ക്ലീനായി. ബിക്കോസ് ഞാൻ നേരത്തെ പാടി എൻ്റെ തൊണ്ട കുറച്ചും കൂടെ സെറ്റായി. ഒരു പാട്ട് 3 പ്രാവശ്യം പാടിയാൽ 3 ഫീലായിരിക്കും അല്ലേ? അപ്പം നിങ്ങൾ എങ്ങനെ ജഡ്ജ് ചെയ്യും ഒരു പ്രാവശ്യം പാടുന്നതിന് വെച്ചിട്ട്? ചെയ്യാൻ പറ്റും? പറ്റില്ല. എൻ്റെ ഒരു ഞാൻ പറഞ്ഞ എൻ്റെ മ്യൂസിക്കൽ സൈഡ് പറയാം. അപ്പം നമ്മളൊരു പെർഫോമൻസിന് പോകുമ്പോൾ 1000 ടെൻഷൻ ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഈസി ആയിട്ട് പാടാൻ പറ്റും. അതല്ല പാട്ട് ആക്ച്വലി. പ്രഷർ അവർക്ക് ഉറപ്പായിട്ടുണ്ടാവും. അപ്പം ആ സമയത്ത് ചിലപ്പം നിങ്ങളുടെ ആ സംഗതി പോയി എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. ഇപ്പം ദൂതമേ 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 ഈ ഇപ്പം ഞാൻ 5 എക്സ്പ്രഷനാണ്. ആ 5 എക്സ്പ്രഷൻ കറക്റ്റ് ആണോ ഇല്ലെന്നുള്ള ഞാൻ എങ്ങനെ ജഡ്ജ് ചെയ്യാം? അത് ഞാൻ പറഞ്ഞു. ആ ടൈമിൽ എൻ്റെ മുഖം എങ്ങനെ പോവും, എനിക്ക് എൻ്റെ മസിൽസ് എങ്ങനെ പോവുമായിരിക്കും എന്നൊക്കെ ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല ആക്ച്വലി. ടെക്നിക്കൽ അല്ല പാട്ട്. ടെക്നിക്കൽ ഇത് വെച്ചിട്ട് ഒരിക്കലും നമുക്ക് അസസ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇരിക്കെ നമുക്കൊരു പാട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ നമ്മൾ ഇവർ പറയുന്ന ഒരു തലത്തിൽ ഇപ്പം നമ്മൾ പുറത്തൊരു പാട്ട് പാടി ഹിറ്റായി, ആൾക്കാരെടുത്തു അത് ഇത് ചെയ്തു, വൈറലായി. അപ്പം ഞാൻ ബേസിക്കലി ചെയ്യണത് ദ്രോഹമാണ്. ഇത് പറഞ്ഞ പോലെ എന്ന് വെച്ചാൽ ഇവർക്ക് ബാധ്യത കൂടും, ഇവരൊരു സിംഗറായിട്ട് തന്നെ നിലനിൽക്കാനും. പക്ഷെ അറ്റ് ദ സെയിം ടൈം അവർ കൃത്യമായിട്ട് ട്രെയിൻ ചെയ്യുന്നുണ്ടോന്നൊക്കെ ഉള്ളത് ഭയങ്കര ഒരു വലിയ ക്വസ്റ്റ്യനായിട്ട് മാറും. ഞാനിത് കുറ്റം പറയുന്നില്ല കേട്ടോ, ഞാൻ ഹോണസ്റ്റ്ലി എൻ്റെ ഒരു അഭിപ്രായം പറയാണ്. ഇതിൽ വരുന്ന ബാലുചേട്ടൻ എപ്പോഴും ഒരു ഐഡിയ പറയാം, എന്താ പറയുക, ഇതിൽ വരുന്ന വിൻ ചെയ്യുന്ന ആൾക്കാരെ മ്യൂസിക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വിടാമെന്ന് പറയും. ഒരു 5 വർഷം അവർക്ക് ട്രെയിനിങ് ഫ്രീ, അതാണ് അവരുടെ പ്രൈസ് മണി. ഒരു ട്രെയിൻ ചെയ്ത് ഒരു 5 വർഷം അവർ ട്രെയിനിങ് ചെയ്യും. ഇപ്പം ബ്ലാക്ക് പിങ്ക് അതൊരു ബാൻഡാണെങ്കിലും BTS, ഇപ്പം ഇത്തരത്തിലുള്ള ബ്രാൻഡുകൾ എന്താണ് ചെയ്യുന്നത്, അവർ കൃത്യം ട്രെയിൻ ചെയ്യും എല്ലാവരും. അവരെ ട്രെയിൻ ചെയ്യാൻ പ്രത്യേക മ്യൂസിക് ടീച്ചേഴ്സ് ഉണ്ട്, അവർക്ക് പ്രത്യേക സ്റ്റുഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരുണ്ട്, അവർ പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ അവർ ഒരുമിച്ചാണ് നിൽക്കുന്നത്. ഇതൊക്കെ അവർ കൃത്യം റൂമേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരു സിംഗർ ഇപ്പം ചിത്ര ചേച്ചി അല്ലെങ്കിൽ യേശുദാസിനെ പോലുള്ള ആൾക്കാർ കൃത്യമായിട്ട് അത് പഠിച്ച് അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പം കൃത്യമായിട്ടൊരു ടെക്നിക്കൽ സ്റ്റഡിയോ അവർക്കൊരു ബാക്കപ്പോ ഇത്തരത്തിലുള്ള ചാനലൊന്നും കൊടുക്കുന്നില്ല സത്യം പറഞ്ഞാൽ. അപ്പം അതൊക്കെ ഒരു ഡ്രോബാക്കാണ്. അവർക്ക് ഇൻഡസ്ട്രിയിൽ വരുമ്പം അത്തരത്തിൽ ഒരു പ്ലേബാക്ക് സിംഗറായിട്ട് നിങ്ങൾ 2007 ആദ്യത്തെ റിയാലിറ്റി ഷോ വന്നത്. 18 വർഷത്തിനിടയ്ക്ക് എത്ര പ്ലേബാക്ക് സിംഗേഴ്സ് വന്നെന്ന് പറയാമോ മലയാളത്തിൽ റിയാലിറ്റി ഷോയിൽ നിന്ന്? എനിക്കൊന്ന് ജോബ് കുര്യൻ വന്നിട്ടുണ്ട്, വിവേകാനന്ദ് വളരെ കുറവാണ്. വിവേകാനന്ദൻ വന്നിട്ടില്ല, ഇല്ല പ്ലേബാക്ക് കുറവാണ്, ചെയ്തിട്ടുണ്ടാവും അടുത്ത്. പിന്നെ എനിക്ക് തോന്നിട്ട് ഇപ്പൊ തുടരും 2 പേര് ചെയ്തായിരുന്നു. വേറെ നജീമുണ്ട്, നജീം അർഷാദ് ഉണ്ട്, വേറെ ആരുണ്ട്? സിത്താര ഉണ്ടായിരിക്കും, സിത്താര കൃഷ്ണകുമാർ. സിത്താര ഇതുവഴി വന്ന ആളാണ്. വേറെ ആരുണ്ട്? 3 പേര്. 18 വർഷത്തിൽ 3 പേര്. എത്ര സിംഗേഴ്സ് വന്നിട്ടുണ്ടായിരിക്കും? ഇഷ്ടം പോലെ. എത്ര? ഒരു കണക്ക് പറ. ഒരു സീസണിൽ തന്നെ എനിക്ക് തോന്നുന്നു 10-16 പേര്. 16 വെച്ച് നോക്കിയാലും 7 വർഷത്തിൽ എത്ര പേരായി? 70, 100 പേര് കൂടുതലായി. അത് ഒരു ചാനലിലാണ്. എല്ലാ ചാനൽ നോക്കുമ്പോൾ 1000 പേര് വന്നതാണ് അല്ലേ? അപ്പൊ അതൊരു ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് ഒരു ഷോ ലീഡ് ചെയ്യുന്നു, കൊണ്ടുവരുന്നു എന്നുള്ളതല്ലാതെ സിംഗേഴ്സിന് അത് എത്രത്തോളം ഗുണകരമാവുന്നുണ്ടെന്ന് നമ്മൾ റീചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. അല്ലെ ചിലപ്പോൾ അവർക്ക് സ്റ്റേജ് ഷോ കിട്ടുമായിരിക്കും, ബാക്കിയുള്ളത് അവർക്ക് ഇപ്പം എന്താ പറയുക, അവർക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട് എന്നുള്ളതല്ലാതെ കൃത്യമായിട്ടൊന്നും ഇത് ഹാൻഡിൽ ചെയ്ത് പോവാത്തൊരു ദ്രോഹം എന്ന് പറഞ്ഞാൽ കറക്റ്റ് കിട്ടിയില്ലേ, അതാണ് ദ്രോഹം. അപ്പോൾ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പം എനിക്ക് എക്സെപ്ഷൻ പറയാൻ പറ്റുന്ന കേസ് സൂരജ് സന്തോഷ്. എൻ്റെ ബ്രദറാണ്, വിഷ്ണു വിജയുടെയൊക്കെ അവൻ്റെ കൂടെ പഠിച്ചാണ്. അപ്പം ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള അവർ ഒരു റിജക്റ്റ് ചെയ്ത ഒരു
സ്ഥലത്ത് നിന്നിട്ട് അതൊരു റീലായിട്ട് റിയലായിട്ട് റിജക്റ്റ് ചെയ്ത സ്ഥലമാണ്. അവനെ ഒരു റിയാലിറ്റി ഷോയിൽ നിന്ന് റിജക്റ്റ് ആയി പോയതിന് ശേഷം കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് അവരെ വഴികളിൽ അവർ തന്നെ വെട്ടി പോയ ആൾക്കാരാണ്. എനിക്ക് അങ്ങനെ കുറേ ആൾക്കാരെ അറിയാൻ പറ്റും. റിജക്ഷൻ അല്ല, അതല്ല ഞാൻ റിജക്ഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ ഹാർഡ് വർക്ക് ചെയ്യും. നമ്മൾ പറയുന്ന നജീം അർഷാദ്, നിങ്ങൾ പറയുന്ന പോലെ അവൻ റിയാലിറ്റി ഷോയിൽ വന്ന് പാട്ട് പഠിച്ച ആളല്ല. അവൻ കൃത്യമായിട്ട് കർണാട്ടിക് ട്രെയിൻ ചെയ്ത് വർഷങ്ങളോളം ആര്യനാട് രാജു സാർ എന്ന് പറഞ്ഞ വലിയൊരു സംഗീതജ്ഞൻ്റെ ശിഷ്യനായിട്ട് അച്ഛനും അമ്മയും പാട്ട് പാടാൻ വേണ്ടി കൊണ്ട് നടന്ന് ഒരാളായതാണ് അല്ലേ. അപ്പം അപ്പോഴും രണ്ടുപേരും അതിൽ നിന്ന് പോയി. ഇപ്പം വീണ്ടും പറഞ്ഞു വരുമ്പോൾ രണ്ടുപേരേ ഉള്ളൂ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പം എന്താണ് ഈ 1000 പേരോട് ദ്രോഹം അല്ലെന്ന് പറയാൻ പറ്റുമോ? സത്യം. പിന്നൊരു ക്വസ്റ്റ്യൻ, അതായത് ഇപ്പോൾ ഒരു ഡിബേറ്റ് നടക്കുന്ന ഒരു വിഷയമാണ്. ഇപ്പോൾ ഹരീഷ് ശിവരാമകൃഷ്ണൻ അദ്ദേഹം വന്നിട്ട് ഒരു പാട്ടെടുക്കുന്നു, ഒരു ക്ലാസിക്കൽ ആയിട്ടൊരു ലെജൻഡറി ആയിട്ടുള്ള ഒരു പാട്ടെടുക്കുന്നു, അദ്ദേഹത്തിൻ്റെതായ ശൈലിയിൽ അത് റീക്രിയേറ്റ് ചെയ്യുന്നു. എനിക്ക് ഹരീഷ് ശിവരാമകൃഷ്ണൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്, എൻ്റെ ഫ്രണ്ടാണ്, എനിക്കറിയാം. അകം എന്ന് പറഞ്ഞ ബാൻഡ് ഇന്ത്യയിൽ ഏറ്റവും ഞങ്ങളുടെ ഈ കൺഫ്യൂഷനൊക്കെ തുടങ്ങുന്ന സമയത്തേ ഉള്ള ബാൻഡാണ് ഇവരെല്ലാവരും. നമ്മുടെ അവിയലുള്ള സമയം, അവിയൽ, അകം, ആ സമയത്ത്. അപ്പം ഒരു എന്താ പറയുക, സൗത്ത് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ബാൻഡിൻ്റെ മെമ്പർ എന്ന നിലയിൽ എനിക്ക് ഹരീഷിനെ നേരത്തെ അറിയാം. അപ്പോൾ ഈ നമ്മുടെ ഈ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം വന്നതിന് ശേഷമാണ് ഹരീഷിൻ്റെ പാട്ടുകൾക്ക് വിമർശന വിധേയമായി കണ്ടിട്ടുള്ളത്. പുള്ളി എല്ലാത്തിനും പോയി കമൻറ്റും ചെയ്യും. നീ ആരുടെ എൻ്റെ പാട്ടിനെ ചോദിക്കണം എന്നൊക്കെ പറഞ്ഞ് പുള്ളി കമൻറ്റ് ഇടും. അപ്പം ഞാൻ ആക്ച്വലി ഒരു ദിവസം ഞാൻ ചെന്ന് പുള്ളിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചു, ചേട്ടാ നമ്മളിതിനൊന്ന് റെസ്പോണ്ട് ചെയ്യാൻ നിൽക്കണ്ട, പലരും പലത് പറയും, അതിനെ മൈൻഡ് ചെയ്യേണ്ട എന്നുള്ള ലെവലിൽ നമ്മളൊരു കലാകാരനായിട്ട് നിൽക്കുമ്പോൾ കുറച്ചും കൂടെ ഇങ്ങനെ നിൽക്കണ്ടേ, എന്തിനാണ് പബ്ലിക് എന്തിന് ചേട്ടൻ ടെൻഷനാവണം, വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ചെന്ന് സംസാരിച്ചിട്ടുണ്ട്. പുള്ളിയുടെ നമ്പർ വാങ്ങിച്ച് വിളിച്ചു, ഓക്കെ എന്നൊക്കെ പറഞ്ഞു പുള്ളി. പിന്നെ വീണ്ടും പുള്ളി തന്നെ ചെയ്യും. അപ്പോൾ അവരൊരു വേ ഓഫ് ഇതുണ്ട്, ലൈഫുണ്ട്, അങ്ങനെ നമുക്കൊന്നും ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഹരീഷിൻ്റെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ബീങ് എ ക്ലാസിക്കൽ മ്യൂസീഷ്യൻ എനിക്ക് ഹരീഷിൻ്റെ ക്ലാസിക്കൽ കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ഒരു സ്ഥലമുണ്ട് വിയോജിപ്പുള്ള, എന്ന് വെച്ചാൽ എല്ലാ പാട്ടും നമുക്ക് ഒരേ സ്റ്റൈലിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്ലാസിക്കൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എന്നെ നിർത്തി ചെയ്യുന്നതായിട്ട് കാണാറുണ്ട് ചില സമയത്ത് ഹരീഷിൻ്റെ. എനിക്ക് അത് എന്താ പറയുക, അത് ഓരോരുത്തരും നമ്മളിപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലമുണ്ടല്ലോ. ഇപ്പം ഫോർ എക്സാമ്പിൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ കുറച്ചും കൂടെ ഡീപ്പായിട്ട് ഞാൻ വേർഡ്സിൻ്റെ മീനിങ് നോക്കും. മ്യൂസിക്കാലിറ്റി അല്ല, എനിക്ക് തോന്നുന്നു ഹരീഷ് ചേട്ടൻ പാടുമ്പോൾ കൂടുതൽ മ്യൂസിക്കൽ പരിപാടി അതിനകത്ത് ആക്കാറുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അതിനോട് എനിക്കൊരു വിയോജിപ്പുണ്ട്. എന്നുവെച്ചാൽ ഒരു രാഗം ബേസ് ചെയ്ത് പാടുമ്പോൾ ആ രാഗം തന്നെ എലാബറേറ്റ് ചെയ്തൊരു പാട്ടിനെ പാടുന്ന ഒരു സ്റ്റൈൽ. അപ്പോൾ എനിക്ക് അങ്ങനെ താല്പര്യമില്ല. ബിക്കോസ് നമ്മളെപ്പോഴും ഈ പറഞ്ഞ ഒരു സിനിമ പാട്ടാണല്ലോ കോമൺ ആയിട്ട് നമ്മളെപ്പോഴും യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു കീർത്തന വാട്ടെവർ, അതിനൊരു സോളുള്ളത് അതിനെ കളയാതെ എന്നെ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയാണ് എനിക്കിഷ്ടം. പുള്ളിയുടെ സ്റ്റൈൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ട്, അതെനിക്കിഷ്ടമാണ്. ചില പാട്ടുകളിൽ അത് ആപ്ലിക്കബിൾ ആയിരിക്കും, ചിലതിൽ അതങ്ങോട്ട് ഓവർഡു ചെയ്യണമെന്ന് എനിക്ക് തോന്നാറുണ്ട്. ബട്ട് സ്റ്റിൽ നമുക്കത് ഇഷ്ടമുള്ള സ്റ്റൈലാണ്. ഞാനിപ്പം എൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഞാൻ പിന്തുടരുന്ന സ്റ്റൈൽ ഒക്കെ എനിക്കൊരു ഓവർ ആക്കാതെ, അതിനെ ഓവർ സംഗതികളോ അല്ലെങ്കിൽ മ്യൂസിക്കൽ ഇൻ്റർപ്രിട്ടേഷൻസോ ഇല്ലാതെ അതിനെ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയാണ് എനിക്കിഷ്ടം. അപ്പം അതാണ് എൻ്റെ ഒരു വിയോജിപ്പുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ. അത് ഓവറായിട്ട് ഈ ക്ലാസിക്കൽ എന്താണ് തന്നെ റിപ്പീറ്റ് തന്നെ സംഗതി എന്ന് പറയുന്നതാണ് ചേട്ടാ ഉദ്ദേശിക്കുന്നത്. സംഗതിയാണല്ലോ. മീൻസ് നമ്മളെപ്പോഴും ഒരു മ്യൂസിക്കൽ ഫോർമേഷൻ എന്ന് പറയുമ്പം ഇപ്പം 1 2 3 4 5 6 7 സരിഗമ പധനി എന്നുള്ള വെച്ചാൽ ഇപ്പം നീ സരിഗമ നീ സരന കാതിൽ തേൻ മഴയായി എന്ന് പാടാം എനിക്ക്. നീ ധാനി സരിഗമ കാതിൽ തേൻ മഴയായി, 2 സംഗതിയായി. നീ സദാനി ഗരി കാതിൽ തേൻ മഴയായി എന്ന് പാടാം, 3 സംഗതിയായി. സരേ പാമഗരി കാതിൽ തേൻ മഴയായി, 4 സംഗതിയായി. സരി നി സദാ നി സ കാതിൽ തേൻ മഴയായി പാടു കാറ്റ് എന്ന് പാടാം. സരിദാനി ദ പാസ കാതിൽ തേൻ മഴയായി പാടു കാറ്റേ കടലേ കടൽ കാറ്റിൻ മുത്തങ്ങൾ എന്ന് പാടാം. പാമഗരി ഗമഗരി സനി
കാതിൽ തേൻ മഴയായി പാടു കാറ്റേ കടലേ. 6 സംഗതിയായി. പപ മമ ഗരിസ കാതിൽ തേൻ മഴയായി പാടു കാറ്റേ കടലേ എന്ന് പാടാം. സാനി തപ മകരിസ കാതിൽ കാതിൽ തേൻ മഴയായി പാടു കാറ്റേ. 7 സംഗതിയായി. സാപ്പ മകരിസ കാതിൽ തേൻ മഴയായി പാടു കാറ്റേ കടലേ. മ്യൂസിക് അറിയാന്നുള്ള ആൾക്കാർക്ക് സംഗതി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഈ നമ്പർ വെച്ചിട്ടാണല്ലോ ഉണ്ടാക്കണേ. പക്ഷേ എന്നെ സംബന്ധിച്ച് പറയുമ്പം കാതിൽ തെന്മഴയായിട്ട് പാടാൻ പറയുന്ന കാറ്റിനോടും കടലിനോടും എന്തിനു വെച്ചാൽ എന്തിനാണ് കടൽക്കാറ്റിന്റെ മുത്തങ്ങളേറ്റ് കരൾ കുളിർ താര നെൽപ്പുണ്ട്, അവർക്ക് വേണ്ടിയാണ് പാടാൻ പറഞ്ഞത്. അപ്പം ഞാനൊരു സംഗതി ഉണ്ടാക്കുമ്പം കാതിൽ തേൻമഴയായി എന്ന് പറഞ്ഞാൽ തേൻമഴയ്ക്ക് ഞാൻ സംഗതി കിട്ടും. കാതിൽ തേൻമഴയായി പാടു കാറ്റ്. അത് ഓവറല്ലേ തേൻമഴയ്ക്ക്, അല്ലേ? കോണ്ടെക്സ്റ്റിൽ അത് മോശമാണ്. അപ്പൊ ഞാൻ പാടുമ്പോൾ അത് ടേക്ക് കെയർ ചെയ്ത് എന്റെ ഇന്റർപ്രിട്ടേഷനിലെ തെന്മഴ എന്ന് പറയുമോ കാതിൽ തേൻമഴയായി എന്ന് ഞാൻ പാടും. തേൻമഴയ്ക്കാണ് ഇമ്പോർട്ടൻ്റ്. അപ്പൊ ഞാൻ പാടുന്ന സംഗതി ആ വരികൾക്കും ആ ഇമോഷനും ഓക്കെ ആണോ എന്നുള്ളതാണ്. എൻ്റെ മ്യൂസിക്കാലിറ്റി അല്ല. മ്യൂസിക്കാലിറ്റി അത്ഭുതപ്പെടുത്തും, ആനന്ദിപ്പിക്കില്ല എന്നുള്ളതാണ്. ആനന്ദിപ്പിക്കുന്ന ആ ഫീൽ കൊണ്ടുവരില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ സംഗതിയല്ല പാട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ തൊണ്ട കൊണ്ട് കാണിക്കുന്ന കസർത്തും അല്ല പാട്ടെന്ന് പറയുന്നത് ഫീൽ ചെയ്യാനുള്ളതാണ്. നമ്മുടെ ഒരു ഇമോഷൻ പറഞ്ഞ് അപ്പുറത്തേക്കുന്ന ആളിനെ അത് ഫീൽ ചെയ്യണം. ഈ കോണ്ടെക്സ്റ്റിൽ ഇതുവരെ ആരും ഞാൻ ഇങ്ങനെ അങ്ങനെയൊക്കെ പറയാൻ. പാട്ടെന്ന് പറഞ്ഞാൽ ഒരു ഫീല് ഒരു മ്യൂസിക്കൽ ഫോമിൽ നിങ്ങളിലോട്ട് പറയുന്ന പ്രോസസ്സിന്റെ പേരാണ് പാട്ട്. പാട്ട് കേൾക്കാനുള്ളതല്ല, കാണാനുള്ളതാണ്. എന്റെ ഇതാണ് കേട്ടോ, എന്റെ ഫിലോസഫി ഒക്കെയാണ് ഇതൊക്കെ. കേൾക്കാനും ഓർഡർ ഞാൻ ഇങ്ങനെ കേട്ടിട്ടേ ഇല്ല. നല്ലതല്ലേ, കറക്റ്റ് അല്ലേ? നമുക്ക് കാണാൻ പറ്റണം. ഇപ്പൊ ആ പെർസ്പെക്റ്റീവ്. യെസ്. കാതൽ കൊണ്ട് തീണ്ടും വരെ ഇരുവരും തനിത്തനി കാതലിൻ പൊൻസങ്കിലി ഇണയിത്തത് കൺമണി എന്ന് പറഞ്ഞാൽ കാതൽ വരുന്നതിന് മുന്നേ, പ്രേമം വരുന്നതിന് മുന്നേ രണ്ട് ആൾക്കാരായിരുന്നു. കാതലിന്റെ പൊൻചെങ്ങല നമ്മളെ ഇണയിത്തത് കൺമണി. ഒരു പ്രേമം വരുമ്പോൾ ഉള്ള ഫീലിങ്സ്. കടലിൽ മഴ വീഴുന്ന പിൻ എന്ത് തുള്ളി മഴത്തുള്ളി എന്ന് പറയുമ്പോൾ കടലിൽ വീഴുന്നിട്ട് പിന്നെ എന്തോന്ന് മഴ എന്ന് ചോദിക്കണ ഫീൽ. അപ്പം കാതൽ വന്ന് തീണ്ടും വരെ ഞാൻ ഇന്റർപ്രിട്ടേഷൻ പാടാം. ഇരുവരും തനിത്തനി എൻ്റെ ഇന്റർപ്രിട്ടേഷൻ പാടാം ഡൈനാമിക്സ്. ഇരുവരും തനിത്തനി അല്ല, രണ്ട് എന്ന് പാടുന്ന ഫീൽ. ഇരുവരും തനിത്തനി കാതലിന്റെ പൊൻചെങ്ങല ഇണയിത്തത് കൺമണി. കാതലിന്റെ ആ കാതലിൻ പൊൻസങ്കിലി ഇണയിത്തത് കൺമണി എൻ്റെ ഇന്റർപ്രിട്ടേഷനാ. കാതലിൻ അല്ലാതെ കാതലിൻ പൊൻസങ്കിലി ഇണയിത്തത് കൺമണി. സ്വീറ്റ് ആക്കാൻ പറ്റും, പക്ഷെ വിഷ്വൽ കിട്ടൂല എനിക്ക്. കാതലിൻ പൊൻസങ്കിലി ഇണയിത്തത് കൺമണി. പിന്നെ കടലിൽ മഴ വീണ് പിന്നെ എന്തോന്ന് മഴ എന്ന് കേൾക്കണ്ടേ? கடலினில் மழை வீழ்ந்த பின் எந்த துளி மழை துளி കാതലിൽ അതുപോലെ ഞാൻ കലന്തിട്ടേൻ കാതലി എന്ന് പറയണ ഇന്റർപ്രിട്ടേഷനിൽ എനിക്ക് കിട്ടിയാലേ ആ ഫീലിങ്സ് വരുള്ളൂ. അപ്പം വരികളുടെ ഫീലിനനുസരിച്ചിട്ട് ഇപ്പം കൃഷ്ണനി ബേഗനെ ബാരോ എന്ന് ഒരു കീർത്തനം പാടി, അല്ലെങ്കിൽ കണ്ണനെ കണ്ടായോ മല്ലിക്കൊടിയെ കൺമണിവർണ്ണനിൻ കുഴലിൻ ഓസയ കേട്ടായോ കണ്ണനെ കണ്ടായോ. അമ്മ ചോദിക്കുന്നതാണ് എൻ്റെ മല്ലിക്കൊടി എടുത്ത്, എൻ്റെ കണ്ണനെ കണ്ടോ? കണ്ണൻ ഓടിക്കളഞ്ഞു എന്നോട്ടോ. അപ്പം കണ്ണനെ കണ്ടായോ മല്ലിക്കൊടി എന്ന് പാടിയ കറക്റ്റ് ആവോ? എവിടെ എന്റെ കണ്ണൻ ചോദിക്കണം, എല്ലാം ആയിപ്പോലെ. അപ്പം അമ്മയുടെ വിഷമം അറിയണം, അമ്മ എന്ത് ഫീൽ. അപ്പൊ ഞാൻ ഇന്റർപ്രറ്റ് ചെയ്യാ എൻ്റെ അമ്മയായിട്ട്. അമ്മ പാടുന്നതാ കണ്ണനെ കണ്ടായോ മല്ലിക്കൊടിയെ കൺമണിവർണ്ണനിൻ കുഴലിൻ ഓസയ കേട്ടായോ കണ്ണനെ. എൻ്റെ കണ്ണൻ്റെ കുഴൽ വിളി എവിടെയെങ്കിലും കേട്ടോ എന്ന് പാടുന്ന ഫീല് ഞാൻ ഉണ്ടാക്കിയില്ലെങ്കിൽ, അല്ലെങ്കിൽ കണ്ണനെ കണ്ടായോ മല്ലിക്കൊടിയെ കൺമണിവർണ്ണനിൻ കുഴലിൻ ഓസയ കേട്ടായോ എന്ന് പറഞ്ഞ് പാടിട്ട് കാര്യമില്ല. ഉണ്ടാ അങ്ങനെയാണെങ്കിൽ മറ്റേ തപ്പി മറ്റേ ബോക്കകത്ത് കയറി അമ്മ തപ്പി നോക്കണ പോലത്താണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അപ്പൊ നമ്മള് ഒരു പാട്ടിന്റെ സോള് അറിയണം, ഗായകൻ അറിയണം. തൊണ്ട കൊണ്ട് കാണിക്കുന്ന കസർത്തല്ല പാട്ട്, മനസ്സുകൊണ്ട് കൊണ്ടാക്കുന്ന ഇമോഷനാണ് പാട്ട്.
ചേട്ടാ ഇപ്പം ലൈക്ക് ഒരു പുതിയ സിംഗർ വരുവാണ്. ഓഫ് കോഴ്സ് ഇൻസ്റ്റാഗ്രാം ഉണ്ട്, യൂട്യൂബ് ഉണ്ട്. എനിക്ക് സ്വന്തമായിട്ട് റിലീസ് ചെയ്യാം. ഉം. അതല്ലാണ്ട് എനിക്കിപ്പം മ്യൂസിക് ലേബിൾസിലേക്കൊക്കെ എത്താനായിട്ട് ഇപ്പോ അതിന് ഒരു അടിപൊളി വഴിയുണ്ട്. ഉം. ഉം, ഞാനൊരു കോഴ്സ് തുടങ്ങുന്നുണ്ട്. ആർട്ടിസ്റ്റ് പ്രോ എന്നാണ് കോഴ്സിൻ്റെ പേര്. ഓക്കെ. അതിനകത്ത് ഞാനിപ്പോൾ പഠിപ്പിക്കുന്ന കാര്യം, ഒരു ആൾ ഇപ്പം എന്നെപ്പോലെ ഒരു സിംഗർ എങ്ങനെ അത് പ്രോഗ്രാമിംഗ് ചെയ്യണം, എങ്ങനെ അത് വിഷ്വലൈസ് ചെയ്യണം, നമുക്ക് സ്വന്തമായിട്ട് അത് എങ്ങനെ വിഷ്വൽ ചെയ്യാം, ഒരു തമ്പനയിൽ എങ്ങനെ ഉണ്ടാക്കാം, ഇത് ഏത് സമയത്ത് അപ്ലോഡ് ചെയ്യാം, യൂട്യൂബിനകത്ത് അപ്ലോഡ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, സെൽഫായിട്ട് എങ്ങനെ അത് നമുക്കൊരു ആർട്ടിസ്റ്റ് മാനേജ്മെൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും, ഇതെങ്ങനെ ലേബൽ ചെയ്യാൻ പറ്റും, ഇതിൻ്റെ മെറ്റാഡേറ്റ നമുക്ക് എങ്ങനെ സർവീസ് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും, മെറ്റാഡേറ്റ ഉള്ളപ്പോൾ എവിടെയൊക്കെയാണ് റൈറ്റ്സ് ഉള്ളത്, എന്താണ് കോപ്പിറൈറ്റിനകത്ത് വരുന്ന കണ്ടൻറ് മാനേജ്മെൻറ്റ് സർവീസ്, ഇതിനകത്ത് എവിടെ നിന്നൊക്കെ കാശ് കിട്ടും, ഇതെല്ലാം കൂടെ അടങ്ങിയൊരു കോഴ്സാണ് എൻ്റെത്. അതിൻ്റെ പേര് ആർട്ടിസ്റ്റ് പ്രോ എന്നാണ്. പ്രോ ആർട്ടിസ്റ്റ് ആവുക, സ്വന്തമായിട്ട് എല്ലാം സ്വന്തമായിട്ട് ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. എനിക്ക് യൂട്യൂബിൽ നിന്നൊരു നല്ല റവന്യൂ വരും. ഇതര പ്ലാറ്റ്ഫോമുകളിൽ നിന്നും നല്ലൊരു റവന്യൂ, സ്പോട്ടിഫൈ, ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഈ പറഞ്ഞ യൂട്യൂബ് എന്ന് പറഞ്ഞ ഇതെല്ലാ സ്ഥലത്തു നിന്നും എനിക്ക് റവന്യൂ വരുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം എൻ്റെ പാട്ടുകൾ എത്തിക്കാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമുകളിലൊക്കെ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ, ഐട്യൂൺസിൽ നോക്കിയാൽ, സ്പോട്ടിഫൈയിൽ നോക്കിയാൽ, ഗാനയിൽ നോക്കിയാൽ എല്ലാം കാണാൻ പറ്റും. റീസെൻ്റ്ലി എൻ്റെ ഒരു വലിയ വീഡിയോ വരാൻ പോകുന്നുണ്ട്. എൻ്റെ ലേബലാണത്, മ്യൂസിക് ഐ ഡി റെക്കോർഡ്സ് എന്ന് പറഞ്ഞാണ്. ആ ലേബൽ എങ്ങനെ നമുക്ക് ഫോം ചെയ്യാൻ പറ്റും, നമ്മൾ കബളിക്കപ്പെടാതെ നമുക്ക് കിട്ടേണ്ട റവന്യൂകൾ, എന്തൊക്കെ റൈറ്റ്സ് ഒരു മ്യൂസിഷ്യനുണ്ട്, ഇതൊക്കെ പഠിപ്പിക്കുന്ന കോഴ്സാണ് എൻ്റെ കോഴ്സ്. ഓക്കെ. ഇനി ചേട്ടാ ഇപ്പൊ പറഞ്ഞില്ലേ പുതിയ പുതിയ ടെക്നോളജി വരുന്നു. അപ്പൊ ഈ AI ഇവോൾവ് ചെയ്ത് വരുന്നുണ്ട്. അതെ. ഇപ്പം ഒരു നോർമൽ പാട്ട് പാടാത്ത ഇപ്പൊ എന്നെ പോലെ ഒരാൾക്ക് ചാറ്റ് GPT ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ട് കുറച്ച് വരി ജനറേറ്റ് ചെയ്ത് വരാം, അത് കൊണ്ടുപോയിട്ട് സുനോയിൽ ഇട്ടിട്ട് എനിക്ക് മ്യൂസിക് ഒക്കെ ചെയ്തെടുക്കാം, എന്നിട്ട് എനിക്ക് 4 ആളെ കേൾപ്പിക്കാം. അപ്പൊ അങ്ങനെ ഒരു ടൈമില് അത് എത്രത്തോളം പ്രസക്തി അല്ലേ ഇതിൻ്റെ? മ്യൂസിക് ആക്ച്വലി നമ്മളിപ്പം ടെക്നോളജി എല്ലാം അഡ്വാൻസ്ഡ് തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു പ്രോഗ്രാമിംഗ് സ്റ്റൈലാണെങ്കിൽ പോലും പണ്ട് ഞാനൊക്കെ ഞങ്ങൾ തുടങ്ങിയ കാലഘട്ടത്തിൽ ഒരു പാട്ട് അത് ചായയാക്കി കഴിഞ്ഞാൽ, ചായയാണല്ലോ ഒരു പാട്ട് മിക്സ് ചെയ്ത്, ഇപ്പം ഒരു ലിറിക്സ് മിക്സ് ചെയ്ത് ഇൻസ്ട്രുമെൻറ്റ്സ് വായിച്ച് അതിൻ്റെ പുറത്ത് ലെയർ ചെയ്ത് എല്ലാം കൂടെ അടിച്ച് ഒരു ചായയാക്കി തരുമ്പോൾ നമ്മൾ കുടിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. പിന്നെ അതിനെ പാലാക്കിയോ തേയിലാക്കിയോ പഞ്ചസാര ആക്കിയോ പച്ചവെള്ളമാക്കിയോ മാറ്റാൻ പറ്റില്ല. പക്ഷെ ഇപ്പം അത് പറ്റും. ഇപ്പോൾ ഒരു സോങ്ങിനെ, പഴയ സോങ് എടുത്ത് നമ്മളിട്ടിട്ട് എയിലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ സ്പ്ലിറ്റ് ട്രാക്സ് കിട്ടും. ആ ഫ്രീക്വൻസി വെച്ചിട്ട് പാലും പഞ്ചസാരയും ഇതൊക്കെ സെപ്പറേറ്റ് കിട്ടുന്ന ഒരു ടെക്നോളജി പോലും ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ അത്തരത്തിൽ പോലും ട്രാക്ക് മാറി. പിന്നെ നമുക്കൊരു പ്രോംപ്റ്റ് കൊടുത്താൽ തന്നെ ഒരു ഇൻസ്ട്രുമെൻ്റ് വരും. ഇപ്പം ഞാൻ എന്ന് പാടിയിട്ട് പ്രോംപ്റ്റ് കൺവേർട്ടഡ് ഇൻറ്റു ട്രംപറ്റ് എന്നടിച്ചാൽ ട്രംപറ്റിലോട്ട് അത് മാറുന്ന സ്ഥലമുണ്ട്. ഇനി ഡബ്ലർ എന്ന് പറഞ്ഞിട്ടൊരു ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒരു സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ ഇങ്ങനെ പാടും, ആ ഓ ആ എന്ന് പാടിയാൽ അത് സ്ട്രിങ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും വിത്ത് കോഡ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഏത് ഇൻസ്ട്രുമെൻ്റ് കൊടുത്താലും അത് അവിടെ വരും എന്നുള്ളതൊക്കെ. അപ്പോൾ ഈ പറഞ്ഞ AI ടെക്നോളജി നമ്മൾ ഈ പറഞ്ഞ ക്രിയേറ്റീവായിട്ടുള്ള സ്ഥലങ്ങളിൽ അത് അടിപൊളിയായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇമോഷണൽ സ്ഥലത്ത് വർക്കാവില്ല. അത് മ്യൂസിക്കിനകത്താണെങ്കിൽ ഇപ്പം നമുക്കൊരു ഡാൻസ് സോങ് അല്ലെങ്കിൽ ഉള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്കത് പറ്റുന്നതായിരിക്കും. എനിക്ക് വേണം അത് മാക്സ് ഒരു ഇലക്ട്രോണിക്സ് പരിപാടികൾക്കകത്തൊക്കെ അത് അടിപൊളിയായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇമോഷണൽ സ്ഥലത്ത് നമ്മളെന്ത് പറയാൻ, ഒരിക്കലും കടലിൽ മഴ വീഴുന്ന പിന്നെ എന്ത് തുള്ളി മഴത്തുള്ളി എന്നൊരു വരി നമുക്ക് ചാറ്റ് GPT ഉണ്ടാക്കാൻ പറ്റില്ല. അതാണ് ക്രിയേറ്റീവായിട്ട് അല്ലേ. കടൽക്കാറ്റിൻ്റെ മുത്തങ്ങളേറ്റ് കരൾക്കുള്ളിൽ താരാരോ നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു വരി ഒരിക്കലും ഒരു പ്രോംപ്റ്റ് കൊണ്ട് നമുക്ക് കിട്ടില്ല ഉറപ്പായിട്ടും. ആ പാട്ടിൻ്റെ വരി വരുന്ന അർത്ഥം തിങ്ക് ചെയ്തെടുക്കുന്ന ഒരു മനുഷ്യൻ ചിന്തിക്കുന്ന, നമ്മളെല്ലാവരും യൂണീക്ക് പേഴ്സൺസ് ആണ്, നമുക്ക് യൂണീക്ക് തോട്ട്സ് ഉള്ള ആൾക്കാരാണ്. 10 പേരും 10 ആയിരിക്കും ചിന്തിക്കണം. അങ്ങനെ ഒരു സാധനം കിട്ടില്ല. ഒരു എന്തുവാണ് എന്ന് പറയുന്നത്, ആർട്ടിഫിഷ്യലായിട്ട് കിട്ടുന്ന ഒരു ഇൻ്റലിജൻസ് കിട്ടും എന്നുള്ളതല്ലാതെ എനിക്ക് തോന്നുന്നു അത്തരത്തിൽ ഇതിന് ഒരു കടന്നു കയറ്റം ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ഈസിനെസ് ആയിട്ട് ഇതിനെ കാണുന്ന ആൾക്കാർക്ക് അത് പറ്റുമായിരിക്കും. എനിക്ക് തോന്നുന്നു യൂസ്ഫുൾ ആണ്. ഞാൻ പറഞ്ഞ ടെക്നിക്കലി കുറേ കാര്യങ്ങൾക്ക് അത് ഒരു ക്രിയേറ്റീവ് വർക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ അതിനെ യൂസ് ചെയ്യാൻ അടിപൊളിയാണ്. ക്രിയേറ്റീവ് വർക്കിന്, ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന, ക്രിയേറ്റീവായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സിനകത്ത് ഈ പറഞ്ഞ പോലെ AI സപ്പോർട്ട് എടുക്കുന്നത് നല്ലത് തന്നെയാണ്.
സ്റ്റക്കാവുന്ന സ്ഥലത്ത് അത് യൂസ് അത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, എല്ലാ സ്ഥലത്തും അത് വന്നില്ലേ, അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു അടിപൊളി ചേഞ്ചാണ്. ത്രെറ്റ് ഇല്ല അപ്പം ഒരു ഇല്ലല്ലേ, എനിക്ക് എന്നെ സംബന്ധിച്ച് അത് നമ്മൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എല്ലാത്തിനെയും പറയണ്ടേ. ഇപ്പം നെറ്റ് വന്നു, ഇൻ്റർനെറ്റ് ഇത്രയും ബൂം ചെയ്തു, സ്പീഡ് വരുന്നു, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ മാറുന്നു, നമ്മൾ എന്താണ് കഴിക്കുന്ന ഫുഡിൻ്റെ ക്വാളിറ്റി ഇതെല്ലാത്തിനും നമ്മൾ ത്രെട്ടെന്നൊക്കെ കാണുകയാണെങ്കിൽ എല്ലായിടത്തും ത്രെട്ടുണ്ട്. നമ്മളിപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്ന മ്യൂസിക് സ്ഥലത്താണ് കേട്ടോ. ഇപ്പം നോർമലായിട്ട് അതാണ് ഞാൻ പറയുന്നത്, ഇതിന് ഒരു വിലയില്ലാതെ കാണുന്ന ആൾക്കാർ ചിലപ്പോൾ സുനുവിലേക്ക് ഇട്ട് പാട്ട് ചെയ്തിട്ട് ചെയ്താണെന്ന് പറഞ്ഞ് കൊണ്ടുവരും. അല്ലാതുള്ള ഒരു ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന പോലെ ക്രിയേറ്റീവായിട്ട് ഇപ്പോൾ ഇളയരാജയെ പോലെ ഒരു ആളോ അല്ലെങ്കിൽ എ റഹ്മാനെ പോലെ ഒരാളോ ഒന്നും ഒരിക്കലും ഇതിൻ്റെ ഒരു സപ്പോർട്ട് എടുക്കുമായിരിക്കും. അതിൻ്റെ ഒരു സാധ്യതകൾ പരീക്ഷിച്ച് അവരുടെ ക്രിയേറ്റിവിറ്റി അതിനകത്ത് കൃത്യമായിട്ട് അത് ആ സ്ഥലത്ത് അത് യൂസ് ചെയ്യണ ആൾക്കാരായിരിക്കും എന്താണ് കുറച്ചും കൂടെ അതിൻ്റെ ഒരു ഓതൻറ്റിക് പരിപാടി യൂസ് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പൊ ഈ ഫ്യൂച്ചർ പ്രോജക്ട്സ് യക്ഷി യക്ഷി ഇപ്പോൾ എൻ്റെ ഒരു സിംഗിൾ ആൽബമാണ്. അപ്പോൾ ഞാൻ തന്നെ എഴുതി, ഞാൻ തന്നെ കമ്പോസ് ചെയ്ത്, ഞാൻ തന്നെ പാടി, ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്ത വീഡിയോ ആണ്. അതല്ല, ഞാൻ തന്നെ എഴുതി. അപ്പം എനിക്കതൊരു നമ്മൾ ക്രിയേറ്റീവായിട്ടിരിക്കുമ്പോൾ അല്ലൊരു ബീങ് എ മ്യൂസിഷ്യനായിട്ടിരിക്കും നമുക്ക് ഒരുപാട് ഐഡിയാസ് വരും. ഇതൊരു സാമൂഹിക പ്രതിബദ്ധതയുള്ള നമ്മളൊരു സോഷ്യൽ ജീവികളാണല്ലോ. ഇവിടെ എന്ത് അനീതി നടക്കുന്നു എന്ന് നമ്മളറിയണം, ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നു എന്ന് നമ്മളറിയണം, സോഷ്യൽ ജസ്റ്റിസ് ഉണ്ടോ എന്ന് അറിയണം, പിന്നെ സാമൂഹിക നന്മകൾ കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിയണം, അല്ലേ? പൊളിറ്റിക്കലിയൊക്കെ നമ്മൾ അവെയർ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം അത്തരത്തിലുള്ള കുറേ പ്രശ്നങ്ങൾ, ഇപ്പം സ്ത്രീകളോട് നടക്കുന്ന ക്രൂരതകൾ, അപ്പം അത് ദുബായിലില്ല. ദുബായിലൊരു സ്ഥലത്ത് ഇല്ല. നമ്മൾ നാട്ടിലോട്ട് വരുമ്പോൾ പേടിക്കേണ്ടി വരും. അപ്പം നമ്മൾ ഇപ്പം ഒരാഴ്ചക്കകത്ത് 2 സ്ഥലത്ത് 2 മൂഡാണ്. അപ്പം നമുക്ക് അതിപ്പം ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി വരും ചില സമയത്ത്. നമ്മുടെ സ്ഥലത്ത് എന്തുകൊണ്ട് അത് നന്നായിട്ട് നടക്കുന്നില്ല എന്ന് നമുക്ക് തോന്നും. പിന്നെ വൃദ്ധസദനങ്ങൾ, അതിനെക്കുറിച്ചുണ്ട്, അതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട്. പിന്നെ ഡ്രഗ്സ്, കൊച്ചുകുട്ടികൾ ഇപ്പോൾ സ്കൂളിലൊക്കെ ഡ്രഗ്സ് കിട്ടുന്ന ഒരു അവസ്ഥയിലോട്ട് കാര്യങ്ങൾ പോകുന്നു. അപ്പം നമ്മളതൊക്കെ അറിയണം. ഇപ്പം എനിക്ക് എൻ്റെ മോളുണ്ട്, അവൾ 8th പഠിക്കുന്നത്. അപ്പം എൻ്റെ കുഞ്ഞുങ്ങളും അവളുടെ ഫ്രണ്ട്സും അടങ്ങുന്ന ഒരു സ്ഥലത്തോട്ട് ഇത് വരാൻ പാടില്ല. അപ്പം അതിനൊക്കെ നമ്മൾ അവെയറായിരിക്കണം എന്നുള്ളൊരു സോഷ്യൽ മെസ്സേജ് കൊടുക്കുന്ന ഇത് ചെയ്യുന്നവരെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതാണ് യക്ഷി പ്രതിപാദിക്കുന്ന വിഷയം. യക്ഷി എന്ന് പറയുന്ന ഹൊറർ പരിപാടി അല്ല. യക്ഷി എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിലുള്ള ഡെമനെ നമ്മൾ പുറത്തെടുക്കുക എന്നുള്ളതാണ്. എപ്പോ ഇങ്ങനെയുള്ള തിന്മകൾ കാണുമ്പോൾ നമ്മളെല്ലാവരും യക്ഷി ആവണം എന്നുള്ളതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. തിന്മയ്ക്കെതിരെ പോരാടുന്ന നന്മയുള്ള, അപ്പം നമ്മൾ ശരിക്കും ഡെമൺ തന്നെ ആവണം ഉള്ളില്, ആ യക്ഷിയായി മാറുക എന്നുള്ളതാണ് എൻ്റെ പാട്ടിന്റെ കൺസെപ്റ്റ്. ഇനിയിപ്പോൾ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ചേട്ടന് ഇഷ്ടമുള്ള ഒരു പാട്ട് നമുക്ക് വേണ്ടിയിട്ട് ഇപ്പം അവസാനിപ്പിക്കും മറ്റേ യാത്രയായി സൂര്യാങ്കുരം കരഞ്ഞു പോയ, അത് പാടി കരഞ്ഞിട്ട് പോയാലോ. എനിക്കിഷ്ടമുള്ള പാട്ടുകൾ കുറേ ഉണ്ട്. അപ്പോൾ ഞാൻ എങ്കിലും ഈ എന്നെ വിളെ കേട്ടില്ല, ആ പാട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാണ്. ബിക്കോസ് ഈ പാട്ടില്ലേ, വായ്മൊഴിയും എന്തൻ തായ്മൊഴിയും ഇങ്ക് വസപ്പെടവില്ലേടി. ബിക്കോസ് നമുക്ക് ആദ്യമായിട്ട് പ്രേമം വരുമ്പോൾ ഒരു പെണ്ണിനെ കാണുമ്പോൾ ബബ്ബ പാടിക്കൂലേ എന്ന് പറയില്ലേ, അതാണ് അതിൻ്റെ എഴുത്ത്. വായ്മൊഴി, എൻ്റെ വായിന്ന് വരുന്ന ഭാഷയോ തായ്മൊഴി തമിഴോ എനിക്കിതൊന്നും നീ വന്ന് നിൽക്കുമ്പോൾ ഇതൊന്നും യൂസ് ആവുന്നില്ല. വസപ്പെടവില്ലേടി, വയറ്റുക്കും തൊണ്ടയ്ക്കും ഉരുവമില്ല ഒരു ഉരുണ്ടയും ഉരുളതടി എന്ന് വെച്ചാൽ വയറ്റിൻ്റെ ഇടയ്ക്കും തൊണ്ടയുടെ ഇടയ്ക്കും ഒരു ഉരുണ്ട. നമ്മൾ ആദ്യം അറിയില്ലേ, ഇങ്ങനെ ആദ്യം വരുമ്പോൾ എവിടെ ഇങ്ങനെ ഉരുള്ളൂല്ലേ, അല്ല, അതിന്നൊരു ഇങ്ങനെ ഒരു ആദ്യം വരും, ഇങ്ങനെ ഒരു കിതപ്പ് വരും. അപ്പം നെഞ്ചിനകത്തൊരു ഗോളം കിടന്ന് കറങ്ങുന്നു. അതിനെയാണ് ഉദ്ദേശിക്കണ കവി. വയറ്റുക്കും തൊണ്ടയ്ക്കും ഉരുവമില്ല ഒരു ഉരുണ്ട കിടന്ന് ഉരുളുന്നു, കാത്തിരുന്നാൾ എതിർപ്പാർത്തിരുന്നാൾ ഒരു നിമിഷവും വർഷമെടുത്തന്നെ. ഇങ്ങനെ നോക്കിയിട്ട് നീ പറയണ എന്താണെന്ന് കേൾക്കാൻ വേണ്ടിയിട്ടിരുന്ന ഒരു സെക്കൻഡ് പോലും എനിക്കൊരു വർഷം പെട്ടെന്ന് പറയാന്നുള്ളതാണ്. കൺകളെല്ലാം ഉന്നെ പാർത്തതുപോൽ ഇത് ഒരു കലക്കുമ്പം തോന്നലടി. അടുത്ത് ഇത് സ്വർഗ്ഗമാണോ, ഈ മൊമെന്റ് സ്വർഗ്ഗമാണോ നരകമാണോ, സൊല്ലടി ഉള്ളപടി നീ ഒന്ന് പറഞ്ഞതാ എനിക്ക് ഇതെന്താണെന്ന്. അവള് മിണ്ടുന്നില്ല, അവളിങ്ങനെ ഇങ്ങനെ നിൽക്കണമെന്ന് വെച്ചോളൂ. ഞാൻ വാഴ്വതും വിടയി കൊണ്ട് പോകുന്നതും, ഞാൻ ഇപ്പം ജീവിക്കണോ മരിക്കണോ എന്നുള്ളത് നിന്റെ വാർത്തയിലുള്ളത്, നിന്റെ നാവിൻ്റെ തുമ്പത്തിക്കണ ഒരു വേർഡിലാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ് ഈ പാട്ടിൻ്റെ ആ വരി. അപ്പം അത് വായ്മൊഴിയും ഇപ്പം ഞാൻ പറയും എനിക്കിതൊന്നും യൂസ് ആവുന്നില്ല എന്നുള്ളതാണ് ഫസ്റ്റ് വരി. അപ്പം ആ വരി വളരെ ലേസ് ഇല്ല എന്ന് പറയുന്ന ഫീല് വരണം. വയറ്റക്കും എനിക്കൊരു രണ്ടാമത്തെ വരിയിൽ അങ്ങനെ വരണം. അത് അങ്ങനെ കേൾക്കാനാണ് പറഞ്ഞത് കേട്ടോ. വയറ്റക്കും തൊണ്ടയ്ക്ക് ഒരു ഉരുണ്ടായിരുന്നു ഉരുളതടി, കാത്തിരുന്നാൾ എതിർപ്പാത്തി ഒരു നിമിഷം കൂടി എനിക്ക് വർഷമാണടി എന്ന് പറയുന്ന ഫീല്. ഇത് സ്വർഗമാ,
ഇതാണോ ഇത് സ്വർഗ്ഗ നരകം ഒന്ന് പറഞ്ഞു തുലയ്ക്ക് എന്ന് പറയണ ഫീൽ. ഞാൻ വാഴ്വതും വിട കൊണ്ട് പോ, ഞാൻ ചാവണോ ജീവിക്കണോ ഇതൊക്കെ നിന്റെ കയ്യിലോടാണ് ഒന്ന് പറ എന്നുള്ളതാണ് ഫുൾ. പിന്നെ കേട്ടോ ഇപ്പൊ வாய்மொழியும் எந்தன் தாய்மொழியும் எங்கு வசப்படவில்லையடி, வயிற்றுக்கும் தொண்டைக்கும் உருவமில்லா ஒரு உருண்டையும் உருளுதடி, காத்திருந்தால் எதிர்பார்த்திருந்தால் ஒரு நிமிஷமும் வருஷமடி, கண்கள் எல்லாம் உன்னை காண்பது போல் ஒரு கலக்கமும் தோன்றுதடி, இது ஸ்வர்க்கமா நரகமா சொல்லடி உள்ளபடி, நான் வாழ்வதும் விடை கொண்டு போவதும் உன் வார்த்தையில் உள்ளதடி, என்னவளே அடி என்னவளே எந்த இதயத்தை தொலைத்து விட்டேன். അടിപൊളിയുണ്ട്, അടിപൊളി. ഇനി കേൾക്കുമ്പോ മാറില്ലേ, വർഷം കേട്ട് കേൾക്കുമ്പോ അല്ലേ. ഫണ്ണായിട്ട് തുടങ്ങി, ബട്ട് കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചിന്തിപ്പിച്ചു. ഞാൻ ഒരിക്കലും ചിന്തിക്കാത്ത തലത്തിലൂടെയൊക്കെ. അതെ, താങ്ക് യു സോ മച്ച്. അപ്പൊ അത് മ്യൂസിക്, അത് നേരത്തെ പറഞ്ഞു, ഇതൊക്കെ എനിക്കും എൻ്റെ ലൈഫിൽ നിന്ന് മ്യൂസിക് കൊണ്ട് കിട്ടിയ കുറേ നമുക്ക് നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാർ വരും, നമ്മളെ ചിന്തിപ്പിക്കും. അത് നമ്മൾ എടുക്കുന്നോ ഇല്ലെന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് എൻ്റെ ലൈഫിനകത്ത് വന്ന മ്യൂസിക്കാലിറ്റീസ്, ലൈഫ്, നേരത്തെ പറഞ്ഞ രാഷ്ട്രീയ ബോധം, സാമൂഹ്യനീതി, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എല്ലാത്തിനെയും അനലൈസ് ചെയ്യണം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പം എൻ്റെ മോൾ ഉണ്ടാകുമ്പോൾ എനിക്ക് എൻ്റെ കാഴ്ചപ്പാട് സ്ത്രീകളോടുള്ളത് മാറണം. ഇല്ലെങ്കിൽ എനിക്കൊരു സോഷ്യൽ ജസ്റ്റിസ് നടക്കുന്നില്ല, ഒരു ഹത്രാസിലൊരു പെൺകുട്ടിയെ കത്തിക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യണം. ഫീൽ ചെയ്തില്ലെങ്കിൽ നമ്മൾ ആ സോഷ്യൽ ജീവി അല്ലാതെ മാറും. ഒരു പെൺകുട്ടിയെ കത്തിക്കുന്ന സ്ഥലത്ത് നമ്മളത് കാണുമ്പോൾ നമുക്ക് തോന്നണം, അല്ലേ, 3 30 60 70 പെണ്ണെന്ന വാക്ക് പോലും കാമമോഹത്തുടലാക്കി, കണ്ണുനീരിൻ വില പറഞ്ഞ് പണമെറിഞ്ഞ് ഗണം ചികഞ്ഞ് ഗതികളൊക്കെ മാറ്റിവിട്ട് നാടിന് നിലക്ക് കെട്ട് എന്ന് പറഞ്ഞ് എനിക്ക് എഴുതാൻ പറ്റണം. അപ്പോൾ നമുക്ക് തോന്നും ആരടാ ഏതടാ എന്ന് കേൾക്കും പെണ്ണടാ, അവിടെ കൂടെ ചേർന്ന് നിൽക്കും നട്ടലുള്ള ആണടാ എന്ന് തോന്നും. എൻ്റെ മോളുടെ തോള് ചേർന്ന് നിൽക്കുമ്പോഴാണ് എനിക്കൊരു പുരുഷനായിട്ടുള്ളൊരു എൻ്റെ ഒരു ബോധത്തിൻ്റെ തല മനസ്സിലാവുന്നതാണ് എൻ്റെ കൺസെപ്റ്റ്. അത് നമുക്ക് ലൈഫിൽ നിന്നാണ് മൊത്തം ടോട്ടലി എന്താ പറയുക, ഇമോഷൻസാണ് നമ്മളെല്ലാവരും റൈഡ് ചെയ്യുന്നത്. ആ ഇമോഷനെ സ്വിച്ച് ചെയ്യാൻ പറ്റുന്ന, ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, ഇമോഷനെ എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂള് ഹാൻഡിൽ ചെയ്യുന്ന ആളെന്ന നിലയിൽ ഞാൻ വളരെ കൃതാർത്ഥനാണ്. ബിക്കോസ് ഇറ്റ്സ് ഓൾ എലോങ് എന്താണ്, ഇത് മ്യൂസിക്കായിട്ട് കണക്റ്റഡാണ് എൻ്റെ ലൈഫ്. സോ ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ട് വിചാരിക്കുന്നു. So thoughtful and heartfelt. Thank you so much. Thank you so much. Thank you. Thank you.